ബോഡി ലാംഗ്വേജിലുണ്ടല്ലോ ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയും ഇടിക്കുന്ന ഒരു പഞ്ചിനൊക്കെ ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ സാധനം. ഒക്കെ വെച്ച് നമ്മൾ നോക്കിയപ്പോൾ കല്യാണി ഭീകരമായിട്ട് ഇതിന് ആപ്റ്റാണെന്ന് തന്നെയാണ് തോന്നിയത്. ചന്തുവിൻ്റെ ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നെസ്ലിൻ ചെയ്യായിരുന്ന ക്യാരക്ടർ. ടീം തന്നെ റിവീൽ ചെയ്തു മൂത്ത എന്നുള്ള ക്യാരക്ടർ മമ്മൂട്ടിയാണെന്ന്. അത് നേരത്തെ ഫിക്സ്ഡ് ആയിരുന്നു? അല്ല, അത് പിന്നീട് അതിലേക്ക് പതിയെ വന്ന് ലാൻഡ് ആയതാണ്. അത് അടുത്ത ചാപ്റ്ററിൽ അത് വരുമായിരിക്കും. അത് എങ്ങനെയായിരിക്കും അത് ഇപ്പം പറയാൻ പറ്റില്ല. അഭിനയിക്കുന്ന കുട്ടികൾ ഫൈറ്റ് ചെയ്യില്ല, ഫൈറ്റ് ചെയ്യുന്ന കുട്ടികൾ അഭിനയിക്കില്ല. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടണം. ഒരുപാട് ഓഡിഷൻ നടത്തി നമുക്ക് അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല. ഈ ഫൈറ്റ് പാളിക്കഴിഞ്ഞാൽ ഇത് മൊത്തം മടപടലം പൊളിയും. അങ്ങനെയാണ് നമ്മൾ പിന്നെ ദുർഗയെ വിളിച്ച് ഓഡിഷൻ നടത്തി. ആ പ്രോസസ്സും അടിപൊളിയായിരുന്നു. ഞാൻ പോലും അറിയാതെ ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ ആയതാണ്. നസ്ലിനും ഇവിടെ തിയേറ്റർ വിസിറ്റിന് വന്നപ്പോഴാണ് ഈ സിനിമ മുഴുവനായിട്ട് കണ്ടത്. ഫസ്റ്റ് അവ കണ്ടുവച്ചിട്ട് ഇറങ്ങിയിട്ട് ചേട്ടാ ഞാനിത് ഇങ്ങനെയാണ് മറ്റേ പച്ച സ്ക്രീൻ മറ്റേതിലല്ലേ കണ്ടിട്ടുള്ളൂ, ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നാഗോഷ്യം വരെ പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, മറ്റേ ആ സോഫയിലിരിക്കുന്നൊരു ക്യാരക്ടറിൻ്റെ കാര്യം പറയുന്നത്. നോബഡി. ഇവരെല്ലാം ബാംഗ്ലൂർ ബേസ്ഡ് ഉള്ള ആൾക്കാരാണോ? അല്ല, നോബഡി അവൻ തൃശ്ശൂരുള്ളതാണ്. ഷിബിൻ നിശാന്തേട്ടൻ ആക്ച്വലി അടിപൊളി ആക്ടറാണ്. പുള്ളിയെ നല്ല രീതിയിൽ വേണ്ട പോലെ യൂസ് ചെയ്തിട്ടില്ല. ഒരു ആക്ടർ വന്നിട്ട് ഈ ക്യാരക്ടർ ഒന്നും കൂടി ലിഫ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയില്ലേ, അതാണ് സഭ ചെയ്തത്. നാച്ചിയപ്പയുടെ ക്യാരക്ടർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഭയങ്കര വില്ലത്തരം കാണിക്കുന്ന, അല്ലെങ്കിൽ ആജാനബാഹു, അല്ലെങ്കിൽ കണ്ടാൽ തന്നെ ടെറർ എന്ന് തോന്നിക്കുന്ന ഒരാൾ വേണ്ട എന്ന് തോന്നിയായിരുന്നു. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കിയത്. ഇട്ട ബഡ്ജറ്റിനേക്കാളും കുറച്ചും കൂടി കയറിപ്പോയിട്ടും പ്രൊഡക്ഷൻ അതിൻ്റെ കൂടെ നിന്ന് തീർത്ത പടവും കൂടിയാണ്. ഐ എം ഗെയിമും ഒരു ഷുവർ ഷോട്ട് പരിപാടി ആയിരിക്കും. ലോക സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടറും നടനുമായ വിവേക് അനിരുദ്ധാണ് ഇന്ന് റിപ്പോർട്ടർ ലൈവിനൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. അതിന് തന്നെ ചോദിക്കുമോ, ലോക ഇത്രയും സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഇപ്പോൾ എല്ലാ തിയേറ്ററിലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല ഭാഷകളിലും വളരെ കളക്ഷൻ നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 150 കോടി കഴിഞ്ഞു, ഇപ്പോൾ 200 കോടി അടുക്കാറായി. എന്ത് തോന്നുന്നു അതിൻ്റെ ഒരു ഭാഗമായതിൽ? എന്ത് തോന്നുന്നു? അല്ല, അത് ഒരു ഏകദേശ ധാരണ ഉണ്ടായിരുന്നു. ഇത് ആളുകളിലേക്ക് നല്ല രീതിയിലെത്തും, അത്യാവശ്യം നല്ല രീതിയിൽ ഓടും എന്നുള്ള ധാരണ ആദ്യമേ ഉണ്ടായിരുന്നു. പക്ഷെ ഈ രീതിയിൽ അത് ഇങ്ങനെ ഓടുന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഡയറക്ടർ ഡൊമിനിക് ആണെങ്കിലും എടാ നമ്മൾ ഒരു നല്ലൊരു സാധനം ചെയ്തു ഇറക്കി വിട്ടു, അത് നന്നായിട്ട് വരും എന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ അടിക്കും എന്നുള്ളത് ഈ കൂട്ടത്തിൽ ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഈ കാസ്റ്റിങ്ങിലോട്ട് വരുമ്പോൾ എന്താണ് ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഈ സിനിമയിൽ? അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട് ഓഫ് എന്താണ് അയാളുടെ ഒരു ജോലി എന്താണ്? ഈ സിനിമയിൽ ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്, അപ്പോൾ ഇവരെല്ലാം കാസ്റ്റ് ചെയ്യുന്നത് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ ഓരോ സ്ക്രിപ്റ്റ് വൈസ് ആണോ ക്യാരക്ടർ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ആ പ്രോസസ്സ് എങ്ങനെയാണ് കാസ്റ്റിംഗ് ഡയറക്ഷൻ്റെ ഒരു? ആദ്യം ഡയറക്ടറായിട്ട് ഞാനൊന്ന് ഇരുന്ന്, പിന്നെ ലോകയുടെ പിന്നെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ ഡൊമിനിക്കും ഫ്രണ്ട്സാണ് ഒരുപാട് കാലമായിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി അറിയായിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സും ഡയറക്ടറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ വരച്ചില്ലെങ്കിൽ പോലും മനസ്സിലൊരു സ്കെച്ച് ഉണ്ടാക്കും. അതിന് ഓരോരുത്തരുടെ സംസാര ശൈലി എന്താ, അവരെങ്ങനെയാണ് പെരുമാറുന്നത്, ബോഡി ലാംഗ്വേജ് എന്താ, അവർ ലൗഡായിട്ട് സംസാരിക്കുന്ന ആളാണോ അല്ലെങ്കിൽ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ആളാണോ, ഇതെല്ലാം നമ്മൾ ഡയറക്ടറായിട്ട് ഇരുന്ന് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ളൊരു പരിപാടി നമ്മൾ ആദ്യം എടുത്തിട്ട് അത് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ തപ്പിയെടുക്കുന്നത്. രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന്, ഡയറക്ടറിൻ്റെ മൈൻഡിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ഒരാളെ നമ്മൾ ഓപ്ഷനിൽ വെച്ച് ഓഡിഷൻ നടത്തി കണ്ടുപിടിക്കാറുണ്ട്. രണ്ടാമത്, എനിക്ക് വേറൊരു ആംഗിൾ ഉണ്ടാവുമല്ലോ ഓരോ ക്യാരക്ടേഴ്സിനെ കാണുന്നതിന്. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലും അത് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ പിന്നെ ലാസ്റ്റാണ് ഒരു ഫൈനൽ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഡയറക്ടറിൻ്റെ മൈൻഡിൽ എന്തായാലും ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, ഇത് ഇന്നയാൾ ചെയ്താൽ കൊള്ളായിരിക്കും, ഇന്നയാൾ ചെയ്താൽ. അപ്പോൾ അങ്ങനെ ഒരു സജഷൻസ് ഡൊമിനിക്കിൻ്റെ ഭാഗത്ത് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓരോ ക്യാരക്ടേഴ്സും എടുത്തിട്ട്. ഇപ്പോൾ ലോകയിലാണെങ്കിൽ നമ്മൾ ഒരുവിധം എനിക്ക് തോന്നുന്നു ഒരു 50% പുതിയ ആൾക്കാരാണ് അതിനകത്തുള്ളത്. അത് ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കിലും അത് ഞാൻ മനഃപൂർവ്വമായിട്ട് തന്നെ ശ്രമിക്കാറുണ്ട്. ഈ ഒരു ബാലൻസ് എപ്പോഴും വയ്ക്കാറുണ്ടല്ലേ. ഒരുവിധം പുതിയ ആൾക്കാരെ നമ്മളതിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ മെയിൻ ക്യാരക്ടർ കല്യാണി പ്രിയദർശൻ, കല്യാണിയിലോട്ട് എത്തിയത് ഒരു ഡൊമിനിക് ഇൻ്റർവ്യൂവിൽ പറയുണ്ടായി, ദുൽഖർ പറഞ്ഞിട്ടാണ് കല്യാണിയിലേക്ക് എത്തിയത്. ഇതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ കല്യാണി എന്നുള്ളൊരു ഈ ചന്ദ്ര എന്നുള്ള ക്യാരക്ടർ ചെയ്യാൻ കല്യാണി ആലോചിച്ചിട്ടുണ്ടാവണം. പിന്നെ ഡിക്കും കൂടി പറഞ്ഞപ്പോഴായിരിക്കും ഡൊമിനിക്കിനൊരു ഓക്കെ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിയതും പറഞ്ഞതും. അതിനു മുന്നേ നമ്മൾ ഒരുപാട് ഓപ്ഷൻസും പലരോടും സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അല്ലേ, ഇത്രയും ആക്ഷൻ
സീനുകളും ചെയ്യണം. അത് പിന്നെ ഈ ഡിസ്കഷൻ വന്നപ്പോഴും കല്യാണി ആന്റണി ചെയ്തപ്പോഴും അതിന് മുന്നേ ഒരു ബോഡി ലാംഗ്വേജിലുണ്ടല്ലോ ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയും ഇപ്പം ഇടിക്കുന്ന ഒരു പഞ്ചിനൊക്കെ ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ സാധനം. അപ്പം അതൊക്കെ വെച്ച് നമ്മൾ നോക്കിയപ്പോൾ കല്യാണി ഭീകരമായിട്ട് ഇതിന് ആപ്റ്റാണെന്ന് തന്നെയാണ് തോന്നിയത്. അതേപോലെ ഈ നസ്ലൻ്റെ ക്യാരക്ടറിലോട്ട് വരുമ്പോഴത്തേക്കും നസ്ലൻ്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ബേസിലൊരു സ്ഥലത്ത് പറയണ്ടേ, ബേസിൽ ജോസഫിന് പറഞ്ഞു വെച്ചിരുന്ന ഒരു കഥാപാത്രമാണ് നസ്ലൻ്റേത്. ശരിക്കും ബേസിൽ തന്നെയായിരുന്നു നിങ്ങൾ? നമ്മൾ അതും 1-2 ആക്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ ചിലർക്ക് ഡേറ്റ് ഇഷ്യൂ, ഇനി ചിലർക്ക് ഇതെങ്ങനെ വരും എന്നുള്ളത് മനസ്സിലാവാഞ്ഞിട്ടാണോ, ഇതിപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ പല്ലും മറ്റേ ഇതും എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇവരിത് എങ്ങനെ എടുക്കാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റി ചിലപ്പോൾ ധാരണ ഉണ്ടാവില്ലല്ലോ കേൾക്കുന്നവർക്ക്. ചിലപ്പോൾ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു സിനിമ കാണുമ്പോൾ ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീലും പരിപാടിയൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ഇത് തോന്നുമായിരിക്കും. ചിലപ്പോൾ കഥ കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ വിഷ്വലി പരിപാടികൾ വരും, ആർട്ട് എങ്ങനെ വരും, മേക്കപ്പ് എങ്ങനെ വരും, കോസ്റ്റ്യൂം എങ്ങനെ വരും, ചിലപ്പോൾ ധാരണ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അതുകൊണ്ട് തീരുമാനങ്ങൾ ചിലപ്പോൾ ഒരു പേടി ഓർത്ത് ചിലപ്പോൾ തീരുമാനം മാറ്റിയേക്കാം. അപ്പോൾ ഇത് 1-2 പേരോട് നമ്മൾ സംസാരിച്ചിരുന്നു. ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഡേറ്റ് ഇഷ്യൂ, അല്ലാത്തവർക്ക് ചിലപ്പോൾ സംശയങ്ങളുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ മാറി 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 വന്നതാണ് പിന്നീട് നസ്ലിലേക്ക്. നസ്ലിനും ഇതിൽ നസ്ലിൻ്റെ ക്യാരക്ടർ ഓൾറെഡി ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതെ, അതാണ് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ബട്ട് ആ സമയത്ത് പ്രേമലു ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് പ്രേമലു വരവും. പിന്നെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ നസ്ലിൻ്റെ അടുത്ത് എന്നാൽ പിന്നെ ഇത് നമുക്ക് അങ്ങനെ സംസാരിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് നസ്ലിൻ്റെ അടുത്ത് പറയാം. നസ്ലിൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നസ്ലിൻ ചെയ്യേണ്ട റോള് വേറൊരാളായിരുന്നു. ഈ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നത് ചിത്രത്തിൻ്റെ കാസ്റ്റിംഗ് അടിപൊളിയാണ്, ഇവർ കറക്റ്റ് ആൾക്കാരെയാണ് എല്ലാവരെയും ആപ്റ്റ് ആയിട്ടുള്ള റോളുകൾ എല്ലാവരും ഇപ്പോൾ ഇത്രയും ഒരു അംഗീകാരം കിട്ടിയിരിക്കുകയാണല്ലോ. അപ്പോൾ അത് ഇതിന് മുന്നേ ചെയ്ത സിനിമകളും ഓരോ സിനിമകൾ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്പർ കണ്ടുപിടിച്ചിട്ടാണെങ്കിലും ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇത് കൊള്ളാം ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇങ്ങനെ എനിക്ക് മെസ്സേജ് വരുന്നത് ആദ്യമായിട്ടാണ്. അതും അതർ ലാംഗ്വേജ്, എനിക്ക് ഹിന്ദി, തമിഴ്, തെലുങ്ക് എല്ലായിടത്തും എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. അവിടുത്തെ ആക്ടേഴ്സ് മെസ്സേജ് അയക്കുന്നുണ്ട്, അവർക്ക് മലയാളത്തിലും വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇൻബോക്സ് പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള മെസ്സേജ് വരുന്നത്. ഇത്രയും പ്രതീക്ഷയാണ്. ഇല്ല, നമ്മളാരും പ്രതീക്ഷിച്ചില്ല. ഈ സിനിമ എന്തായാലും ഒരു 5 ചാപ്റ്റർ അല്ലെങ്കിൽ 6 ചാപ്റ്റർ ഉള്ളൊരു വലിയൊരു കഥയാണ്. അതിൻ്റെ തുടക്കമാണ് ചന്ദ്ര എന്നുള്ളത്, ഈ ലോക. അപ്പോൾ ഇതിനോട്ടുള്ള ബാക്കി ക്യാരക്ടേഴ്സ് നിങ്ങൾ മുൻപ് തീരുമാനിച്ചിട്ടുണ്ടോ? അപ്പോൾ അതെങ്ങനെയാണ്, നേരത്തെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചിട്ടാണ് ഈ ഫസ്റ്റിൻ്റെ ക്യാരക്ടേഴ്സ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്? ഡൊമിനിക്കിൻ്റെ മൈൻഡിൽ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ട്. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനൊരു സ്ട്രക്ചർ ഉണ്ട്, എന്ത് ചെയ്യാം എന്നുള്ളത്. ഇനിയിപ്പോൾ ഇതൊരു പരീക്ഷണമായിരുന്നല്ലോ ഫസ്റ്റ് പാർട്ട്. അതിപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് എന്തായാലും പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഓപ്പണായിട്ട് ചിന്തിക്കുമായിരിക്കും, കുറച്ചും കൂടി വൈഡായിട്ടൊക്കെ ചിന്തിക്കുമായിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് വേറെ ചോദിക്കാനുള്ളൂ, ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടാനാണെങ്കിൽ വേറൊരു ഇൻഡസ്ട്രിയിൽ നിന്നും മറ്റ് ആക്ടേഴ്സിനൊക്കെ നിങ്ങൾ ഇനി ചിലപ്പോൾ അടുത്ത ചാപ്റ്ററിൽ കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറച്ച് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് വേറെ ലാംഗ്വേജ് സാധ്യതകൾ ഉണ്ടാവുമായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഒരു വലിയൊരു ഡോർ ഓപ്പണായി കിട്ടിയിട്ടുണ്ടല്ലോ, ചിലപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാം. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ കൂടുതലും ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഭീകരമായിട്ട് വലിയൊരാളെ കൊണ്ടുവന്ന് കുറേ പൈസ മുടക്കി അങ്ങനെ ഇതിൽ ചെയ്തിട്ടില്ല. ഇതെല്ലാം പടത്തിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് എവിടെയൊക്കെ നന്നാക്കാൻ പറ്റുമോ അവിടെയാണ് കൂടുതൽ ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ചിലപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇത് ഇറക്കി വിടുന്ന ഒരു കാര്യമുള്ളത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ അറിയില്ല. ഇനി അങ്ങോട്ട് വരുന്ന പോലെ എങ്ങനെയാണ് പ്ലാൻ എന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്ത ഭാഗത്തിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അതിൻ്റെ വാക്കിലേക്ക് കയറും. അപ്പം ഇനി വേണം ഡിസ്കസ് ചെയ്ത് തുടങ്ങാൻ ഇനി എങ്ങനെ എന്ത് എന്നൊക്കെ ഉള്ളത്. പിന്നെ അല്ലാതെയും ഞാൻ കുറച്ച് ആർട്ടിസ്റ്റ്, അതായത് ഈ പറയുന്ന മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു ആക്ടർ അങ്ങനത്തെ അല്ല, ഞാൻ കുറച്ച് ആളുകളെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളവർ മാത്രമല്ല, വേറെ പുറത്തുനിന്നുള്ളവരും അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളെ, അതായത് പല സ്കില്ലുള്ളവരെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേരെ ഞാൻ ഡൊമിനിക്കിൻ്റെ അടുത്ത് ചിലരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇനിയുള്ള സ്ക്രിപ്റ്റിലും ചിലപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്ത് അതിൻ്റെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ കൂടി സൈഡിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇതൊന്നും സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യില്ലായിരിക്കാം, ചിലപ്പോൾ ഉപയോഗിക്കുമായിരിക്കാം. ഇപ്പോൾ ഒരു ടീം വർക്കാണല്ലോ അത്. നമ്മുടെ ഇൻപുട്സും കൂടി വരുന്ന സമയത്ത് ഇത് കൂടുതൽ ചിലപ്പോൾ നന്നാവാനായിരിക്കും സാധ്യത. അപ്പം ഞാൻ ഇങ്ങനെയുള്ള പരിപാടികളും കൂടി ഒരു സൈഡിൽ ചെയ്യുന്നുണ്ട്. വേറെ സിനിമയ്ക്കൊന്നും അങ്ങനെ സ്പേസ് കിട്ടിയിട്ടില്ല,
അങ്ങനെ ചെയ്യാനുള്ളൊരു അല്ല ഇതിന്റെ കാസ്റ്റിംഗ് ഒരുപാട് സമയം എടുത്ത് നിങ്ങൾ ആലോചിച്ച് ഒരുപാട് 1 year 1.5 വർഷം പ്രൊഡക്ഷൻ നല്ലപോലെ അതെ ഒരു വർഷം അത് ഓരോ ആക്ടേഴ്സിനെ കണ്ടുപിടിക്കാനും നല്ല രീതിയിൽ നല്ലപോലെ പണിയെടുത്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ദുർഗനെ കിട്ടാനായിരുന്നു നമുക്ക് ഏറ്റവും വലിയ ടാസ്ക്. ഞാൻ ചോദിക്കാൻ ഒരു ക്യാരക്ടർ ഈ അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിലുള്ള പ്രകാരം ചെറിയ കുട്ടിയാണല്ലോ, ഈ പറയുന്ന സ്ക്രീൻ ഏജ് 7-8 മാക്സിമം 9 വയസ്സ് എന്നുള്ളത്. അപ്പോൾ സ്ക്രിപ്റ്റിൽ ഫൈറ്റ് ചെയ്യുന്ന സംഭവം എഴുതി വെച്ചിട്ടുണ്ട്, ഇതിനി ഷൂട്ട് ചെയ്യലാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ഫൈറ്റ് അറിയുന്നൊരു കുട്ടിയെ കണ്ടുപിടിക്കുക, അത് നമ്മൾ കുറേ അന്വേഷിച്ചു. കാസ്റ്റിംഗ് കോൾ ടു അല്ലാതെയും പുറത്തൊക്കെ അന്വേഷിച്ചു. ചെന്നൈ കുറേ പിള്ളേർ കേരളത്തിന് പുറത്തുനിന്നും ഓഡീഷനൊക്കെ വന്നായിരുന്നു. ഇതിലെ പ്രശ്നം നമ്മൾ നേരിട്ട് പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അഭിനയിക്കുന്ന കുട്ടികൾ ഫൈറ്റ് ചെയ്യില്ല, ഫൈറ്റ് ചെയ്യുന്ന കുട്ടികൾ അഭിനയിക്കില്ല. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടണം. അങ്ങനെ അന്വേഷിച്ച് ഒരുപാട് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഒരുപാട് ഓഡീഷൻ നടത്തി നമുക്ക് അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല. ഈ ഫൈറ്റ് പാളിക്കഴിഞ്ഞാൽ ഇത് മൊത്തം മടപടല പൊളിയും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആഷ്ലി, നമ്മുടെ ടീമിൽ തന്നെ ഉള്ളതാണ്, നമ്മുടെ സർക്കിളിൽ തന്നെ ഉള്ളതാണ്, ഡൊമിനിക്കിൻ്റെ എൻ്റെയൊക്കെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ആഷ്ലിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് വിനോദ് എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരൻ കളരി ആശാനൊക്കെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മകളുണ്ട് 3 വയസ്സ് മുതൽ കളരി പഠിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ പിന്നെ ദുർഗയെ വിളിച്ച് ഓഡിഷൻ നടത്തി. ആ പ്രോസസ്സും അടിപൊളിയായിരുന്നു. ദുർഗ വരുന്നു, നമ്മളത് അഭിനയിക്കാനുള്ള പരിപാടികളാണ് നമ്മൾ ആദ്യം നോക്കിയത്. ദുർഗയോട് കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു. ദുർഗ അത് പുഷ്പം പോലെ പരിപാടി ചെയ്തു. ഇത് ഒഴിഞ്ഞു കിട്ടി. ഇനി ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ പരിപാടികളാണ് നോക്കേണ്ടത്. അത് കൊടുത്തപ്പോഴും ദുർഗ അത് ഭയങ്കര ഈസി ആയിട്ട്, ഭയങ്കര ഫ്ലെക്സിബിളാണ് ദുർഗ, റബ്ബർ ബാൻഡ് പോലെ. എങ്ങനെ എന്ത് വേണേലും ചെയ്യാം, എന്ത് വേണേലും ചെയ്തോളും. ഭയങ്കര എനർജി ഉള്ള ആളാണ്. അതൊന്നും ഒതുങ്ങി കിട്ടിയപ്പോഴേക്കും പകുതി ആശ്വാസം കിട്ടി. പിന്നെയുള്ള രണ്ടാമത്തെ ടാസ്ക് ആയിരുന്നു നാച്ചിയപ്പയുടെ ക്യാരക്ടർ. അതും നമുക്ക് ഷൂട്ടൊക്കെ തുടങ്ങാറായപ്പോഴും ഇതിങ്ങനെ ഒരു തൃപ്തിയുള്ളൊരാളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ നിങ്ങളത് ആദ്യം ആലോചിച്ചപ്പോൾ തന്നെ ഒരു വേറെ ലാംഗ്വേജ് എന്നുള്ള ആക്ടേഴ്സിന് തന്നെയാണ് നിങ്ങൾ അത് വേറൊരാളോട് കഥ പറഞ്ഞായിരുന്നു, ഒരു കന്നഡ ആക്ടറോട് നമ്മൾ ഈ സംഭവം പറഞ്ഞായിരുന്നു. പിന്നീട് പുള്ളിക്കും ഡേറ്റ് ഇഷ്യൂസ് വന്നപ്പോഴാണ് ഇനി എന്ത് ചെയ്യാം എന്നാലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇതിലെനിക്ക് വില്ലൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഭയങ്കര വില്ലത്തിനെ കാണിക്കുന്ന, അല്ലെങ്കിൽ ആജാനബാഹു അല്ലെങ്കിൽ കണ്ടാൽ തന്നെ ടെറർ എന്ന് തോന്നിക്കുന്ന ഒരാൾ വേണ്ട എന്ന് തോന്നിയായിരുന്നു. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കിയത്. പിന്നെ പുള്ളിക്ക് ഫൈറ്റും ഉണ്ട് നല്ല രീതിയിൽ. അങ്ങനെ ഡൊമിനിക്ക് അത് വേഗം കണ്ടുപിടിക്കാതെ പ്രത്യേകം ഒപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് നമ്മൾ തല പൊഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുക, മൊത്തം അരിച്ച് യൂട്യൂബിൽ എന്തോ ഷോർട്സ് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ സാൻഡി മാസ്റ്റർ ഇതേപോലെ തല കുത്തി മറിഞ്ഞൊക്കെ പോകുന്നൊരു റീല് കയറി വന്നു. അത് ഞാൻ ഒന്നും കൂടി എടുത്തു നോക്കി. പിന്നെ പുള്ളി ചെയ്ത മൊത്തത്തിലുള്ള വർക്ക് എല്ലാം കൂടി അരിച്ചു പറിക്കുന്നു. ഇതൊക്കെ ലിയോ ഇറങ്ങിയ ശേഷം ആയിരിക്കുമല്ലോ? ലിയോ ഇറങ്ങിയായിരുന്നു. ഇനി ഫൈറ്റും പരിപാടികളും കൂടെ തന്നെ. പുള്ളി ഓൾറെഡി കൊറിയോഗ്രാഫറാണ്, എല്ലാവർക്കും അറിയുന്ന ആളുമാണ്. പെട്ടെന്ന് പക്ഷെ പുള്ളിയിലോട്ട് പോയില്ല നിങ്ങൾക്ക് ഇങ്ങനെ? ഇല്ലില്ല, ഞാൻ ഈ ഫൈറ്റ് ചെയ്യണേൻ്റെ ഇത് നോക്കിയപ്പോഴാണ് പുള്ളിയും ദുർഗയെ പോലെയൊക്കെ തന്നെ എല്ലാം ചെയ്യും. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് സാൻഡി മാസ്റ്റർ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ച് ഡൊമിനിക്കിന് ഈ റീല് അയച്ചു കൊടുത്തത്. ഡൊമിനിക്ക് ഓക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളിയെ വിളിച്ചു, കഥ പറഞ്ഞു. പുള്ളിയും കേട്ട ഉടനെ കൊള്ളാം, പരിപാടി കൊള്ളാം, പുള്ളി സെറ്റായി. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ചന്തു, സലീം കുമാർ, ഇവരിലോട്ടൊക്കെ എത്തിയിരിക്കുന്നത് ഇതൊക്കെ എപ്പോഴും സിനിമയിലുള്ള മുഴുനീള കഥാപാത്രങ്ങളാണ് ഇവരെല്ലാം. അപ്പം ഇവരെല്ലാം നേരത്തെ തന്നെ നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇവർ തന്നെ ആവണമെന്ന് മനസ്സിൽ ഡയറക്ടറിനെ ഉണ്ടായിരുന്നോ അതോ ഇവരൊക്കെ? അല്ല, ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ആരുടെയും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ രണ്ടാമത് കാസ്റ്റിങ്ങിന് ഇരുന്നിട്ട് പിന്നെ ചെയ്ത കാര്യങ്ങളാണ് എല്ലാം. പിന്നെ ഈ പറയുന്ന കന്നഡ, തമിഴ് പറയുന്ന ആൾക്കാരെല്ലാം അത് കന്നഡയിൽ നിന്ന് തമിഴിൽ നിന്ന് തന്നെ വേണം എന്നുള്ളത്, അല്ലെങ്കിൽ ആ ലാംഗ്വേജ് പ്രോപ്പറായിട്ട് സംസാരിക്കുന്നവർ തന്നെ വേണം എന്നുള്ളത് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അത് നമ്മൾ അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്ത് പിടിച്ചത്. ഇതിൽ വരുന്ന ജയ എന്ന് പറയുന്ന ആ പോലീസ് ലേഡി ഉണ്ടല്ലോ, അവരെയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ കണ്ടുപിടിച്ചതാണ്. അവരെല്ലാം കന്നഡ ആക്ടേഴ്സ് തന്നെയാണ്, അവരെല്ലാം കന്നഡ ആക്ടേഴ്സാണ്. ചന്തുവിൻ്റെ ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നെസ്ലിൻ ചെയ്യായിരുന്ന ക്യാരക്ടർ. അപ്പോൾ ഇത് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നെസ്ലിനെ ഇങ്ങോട്ടേക്ക് ആക്കിയപ്പോൾ വീണ്ടും അവിടെ സ്പേസ് ആയി. അതും ലാസ്റ്റ് മിനിറ്റ് കാസ്റ്റാണ് ചന്തുവിൻ്റെ.
അതിന് എന്ത് ചെയ്യാം അത് നമുക്ക് ഫസ്റ്റ് തോട്ടിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, അത് ആദ്യമേ അങ്ങ് മാറ്റി വെച്ചു. ഇനി വേറെ എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഈ ഹ്യൂമർ വർക്കൗട്ട് ആവണം, കുറച്ചുകൂടെയൊക്കെ ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചന്തുവിനെ, ഞാൻ മഞ്ഞുമ്മലിൽ ഞാൻ വർക്ക് ചെയ്യാറുണ്ട്, മഞ്ഞുമ്മൽ ബോയ്സിൽ. അപ്പോൾ ചന്തുവിനെ അഭിനയിച്ചായിരുന്നു, പക്ഷേ എൻ്റെ സീൻസ് കട്ടായി പോയി. ഞാനും അരുൺ കുര്യനും ട്വിൻസാണ് അതിനകത്ത്. ശരിക്കുള്ള കഥയിൽ ആ ട്വിൻ ബ്രദേഴ്സിൻ്റെ ഞാനും അരുൺ കുര്യനുമാണ് അത് ചെയ്തത്. പക്ഷേ എൻ്റെ സീൻസ് കുറച്ച് കട്ടായി പോയി. പടത്തിലുണ്ട്, ഞാൻ എന്നെ കണ്ട പെട്ടെന്ന് മനസ്സിലാവില്ല ഈ രൂപമല്ല. പിന്നെ സീൻസ് ഒരുപാട് പോയിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. ഞാൻ ഉണ്ട്. അങ്ങനെ ചന്തു അതിലുണ്ടായിരുന്നു, ചന്തുവായിട്ടന്ന് കമ്പനി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് നാളായി കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സിനിമ കാണാൻ വേണ്ടി പോയപ്പോഴാണ് അവിടെ വെച്ച് ചന്തുവിനെ കണ്ടത്. അപ്പോൾ അപ്പോഴും മൈൻഡിലങ്ങനെ പോയില്ല. അപ്പോൾ ഇത് ഇൻ്റർവ്യൂവിൽ ചന്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ഹായ് കാണിച്ചപ്പോഴാണ് എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു. അതിൻ്റെ എൻ്റെ ആംഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്തു അവിടെ നിന്ന് വരുന്നു, ചന്തുവിൻ്റെ അടുത്തെത്തിട്ട് അമുര് പറഞ്ഞിട്ട് ഇങ്ങനെ കയറുന്നപ്പോൾ ഞാൻ നിനക്കെന്നെ മനസ്സിലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ചന്തു പിന്നെ മനസ്സിലായില്ലേ നമ്മളൊരു, അപ്പോൾ ഞാൻ അവന് ഓർമ്മയുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് ശരി മോനെ പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ കണ്ണ് ഉണ്ടല്ലോ, അവന് മുഖത്താ ഒരു ഇതുണ്ടല്ലോ, അതിലാണ് എനിക്ക് ഇത് കൊള്ളാലോ. അപ്പോഴാണ് ഞാൻ വേറെ ഡൊമിനിക്കിൻ്റെ അടുത്ത് ചന്തുവിനെ എങ്ങനെ ഉണ്ടാവും എന്നാലോചിച്ചിട്ടാണ് പിന്നെ ചന്തുവിനെ വിളിച്ച് കഥ പറഞ്ഞ് ചന്തുവും നന്നായിട്ട് തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. അരുൺ കുര്യനും അതെ, അരുൺ കുര്യനും ഹ്യൂമറൊന്നും അങ്ങനെ അധികം കൈകാര്യം ചെയ്തിട്ടില്ല. ഇല്ല, അവര് ഇപ്പോൾ ഡൊമിനിക്കൊക്കെ തന്നെ ഉള്ളൊരു സീരീസ് ഉണ്ട്, അർച്ചന കവി ഇവരെല്ലാവരും കൂടെ ഉള്ള. അതിനകത്ത് കുര്യൻ കുറച്ച് ഹ്യൂമർ പരിപാടി ചെയ്തിട്ടുണ്ട്. വേറെ സിനിമകളിലൊന്നും കുര്യൻ ഹ്യൂമർ അങ്ങനെ ചെയ്തിട്ടില്ല. അതിലുണ്ട്, കുര്യൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതും കൂടി കുര്യനെ വെച്ചിട്ട് അങ്ങനെ പിടിപ്പിച്ച് നോക്കിയതാണ്. പക്ഷെ അത് വർക്കൗട്ടായി എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഈ കന്നഡ ആക്ടേഴ്സിനെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞല്ലോ. പക്ഷെ പടത്തിൽ ശരത് സബ് ഒരു ഗംഭീര റോൾ ചെയ്തിട്ടുണ്ട്. അതൊരു മലയാളി കന്നഡയാണോ അല്ലേ? മംഗലാപുരം കാസർഗോഡ് പുള്ളി അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് തിയേറ്ററിൽ. അപ്പൊ പുള്ളിയോടത്തെ കാസ്റ്റിംഗ് കറക്റ്റ് നിങ്ങൾക്ക് ശരത്ത് സഭ ഓൾറെഡി ഡൊമിനിക്കിന്റെ തരംഗത്തിലുണ്ടായിരുന്നു. ഇവര് കാലങ്ങളായിട്ട് ഫ്രണ്ട്സ്. അപ്പൊ ഇത് സഭ തന്നെയാണെന്നുള്ളത് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ചിലപ്പോ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഉള്ള ഫിക്സ് ചെയ്ത കാസ്റ്റ് സഭയുടെ ആയിരിക്കണം. പക്ഷെ ഇത് സ്ക്രിപ്റ്റിലുള്ളതിനേക്കാളും അടിപൊളിയായിട്ടാണ് സഭ പ്രസന്റ് ചെയ്തത്. പുള്ളിയുടേതായ കുറെ മാനറിസവും പരിപാടികൾ, അതായത് ഒരു ആക്ടർ വന്നിട്ട് ഈ ക്യാരക്ടർ ഒന്നും കൂടി ലിഫ്റ്റ് ചെയ്യുന്നൊരു പരിപാടി ഇല്ലേ, അതാണ് സഭ ചെയ്തത്. സഭ അത് അടിപൊളിയായിട്ട് പരിപാടി ചെയ്തത്. ഈ മറ്റേ ഫ്ലാഷ് ബാക്ക് സീൻസിലോട്ട് വരുമ്പോഴത്തേക്ക് അതിൽ അഭിനയിച്ച് ഈ ദുർഗയുടെ അച്ഛൻ, അമ്മ, പിന്നെ ആ രാജാവ്, ഫ്ലാഷ് ബാക്ക് റോൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തായാലും ഇത്രയും ഒരുപാട് ഓഡിഷൻ നടത്തിയോ? അതെങ്ങനെയായിരുന്നു അതിലോട്ടുള്ളൊരു കാസ്റ്റിംഗ് എങ്ങനെയാണ് ഈ ആക്ടേഴ്സിൻ്റെ? ഇല്ല, രാജാവിനെ കുറിച്ച് നമ്മൾ പല ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആദ്യം കുറച്ച് ഏജ് കൂടിയ ഒരാൾ വെക്കാം എന്നുള്ളത്. പിന്നീട് നമുക്കിനി അങ്ങോട്ട് ഇതിൻ്റെ ഒരു പോക്കെങ്ങടാന്നുള്ളത് ചിലപ്പോൾ ഇനിയും ഉപയോഗിക്കേണ്ടി വന്നേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നീട് പുള്ളിക്കാരനിലേക്ക് എത്തുന്നത്. അതും ഏകദേശം ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നെയാണ് അതും ഫിക്സ് ചെയ്യുന്നത്. പുള്ളിക്കാരനെ ഇപ്പോൾ ഏതോ തെലുങ്ക് പടമോ കന്നഡ പടത്തിൻ്റെ ലൊക്കേഷനിൽ എവിടെയോ ആയിരുന്നു. അവിടെ നിന്ന് വിളിച്ചിട്ടാണ് ഈ പരിപാടി ഞാൻ പറഞ്ഞു പിന്നെ ഡൊമിനിക്കായിട്ട് കണക്ട് ചെയ്ത് വന്നത്. എനിക്ക് പുള്ളിക്കാരൻ പടം ഈ കാട്ടിലെ സീൻസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പടമോ കാണണേ, ഇതെന്തൊക്കെയാ സംഭവം എന്നുള്ളത് പുള്ളി കണ്ടപ്പോഴാണ് ഞെട്ടിയത്. ഇത് ഇങ്ങനെയൊക്കെയാണല്ലേ എന്നുള്ളത്. പുള്ളിനെ ഏതോ കാട്ടിക്കൊണ്ട് കുതിരപ്പുറത്തിരുത്തി കുറച്ച് ഇതെടുത്തിട്ട് വിട്ടായിരുന്നല്ലോ. പുള്ളിക്കാരുടെ ഐഡിയ ഉണ്ടായിരുന്നില്ല. പുള്ളിയും പടം കണ്ടപ്പോഴാണ് ഇതെന്താ പലർക്കും അങ്ങനെ തന്നെയാണ് ഇതിൽ ചെയ്ത മറ്റേ ഇവരെ അല്ല ഏത് ക്യാരക്ടറാണല്ലോ ഇപ്പോൾ ആൾക്കാർ സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ ഭാഗങ്ങൾ മാത്രമേ അറിയൂ. ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്നു നസ്ലിനും ഇവിടെ തിയേറ്റർ വിസിറ്റിന് വന്നപ്പോഴാണ് ഈ സിനിമ മുഴുവനായിട്ട് കണ്ടത്. ഇവൻ കാണുമ്പോഴൊക്കെ മറ്റേ ഗ്രീൻ സ്ക്രീനും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് അവ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ചേട്ടാ ഞാനിത് ഇങ്ങനെയാണ് മറ്റേ പച്ച സ്ക്രീനും മറ്റേതിലല്ലേ കണ്ടിട്ടുള്ളൂ, ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എല്ലാവർക്കും ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും അവരവരുടെ സീൻസ് മാത്രമേ അറിയൂ. ഇത് മുഴുവനായിട്ട് എല്ലാവരും കാണുന്നത് ഇപ്പോഴാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൻ്റെ ഡബ്ബിംഗ് ഡയറക്ടറും കൂടി ആണ്. അപ്പോൾ കാസ്റ്റിങ്ങും ഡബ്ബിങ്ങും അപ്പം നമ്മളിത് എല്ലാ ദിവസവും ഇരുന്ന് കണ്ടോണ്ടിരിക്കുകയല്ലേ ഡബ്ബിങ്ങിനും. ഇപ്പം ഇവർ വരുമ്പോൾ ഇവരുടെ പോർഷൻസ് ചെയ്തിട്ട് ഇവർ പോകുന്നു, പിന്നെ ഒരു സിനിമ ഇറങ്ങുമ്പോഴാണ് വന്ന് കാണുന്നത്. അപ്പം ഇത് എല്ലാ ദിവസവും കണ്ട് നമുക്കും ഒരു ജഡ്ജ്മെൻറ്റ് പോയൊരു മൊമെൻ്റൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ഞാനും VFX ഇതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ്, അതായത് ഡബ്ബിങ് പരിപാടികൾ തീർത്തിട്ട് പിന്നെ ഞാൻ കാണുന്നത് തിയേറ്ററിലാണ്. അപ്പം ഞാനും VFX എല്ലാ പരിപാടിയും കൂടി കഴിഞ്ഞിട്ട് ഞാനും അപ്പോഴും ഫ്രഷ് ആയിട്ട് കാണുന്നത്. അപ്പം എനിക്കും എല്ലാവർക്കും ഒരേ ഫീലിങ്സ് ആണ് ഉണ്ടായത്. എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഈ ഡബിങ് ഡയറക്ടർ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈ കല്യാണിക്ക് സൈനോരയാണ് ഡബ് ചെയ്തിരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു ന്യൂസ് പോലെ വന്നിട്ടുണ്ട്. അതാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് സൈനോരിലോട്ട് എത്തി? എങ്ങനെയാണ് കല്യാണിയുടെ? കാരണം കല്യാണി ഇതിനു മുമ്പ് ചെയ്തതെല്ലാം കല്യാണിയുടെ ഓൺ വോയിസ് അല്ലെങ്കിൽ വേറൊരു സിംഗർ, ഒരു ആമിയുടെ ഒക്കെ വോയിസിലാണ് കല്യാണി ഡബ് ചെയ്ത ഓരോ സിനിമ. സൈനോരിലോട്ട് എങ്ങനെയാണ് എത്തുന്നത്? കാരണം കറക്റ്റ് ആപ്റ്റ് ആയിട്ട് തോന്നുകയും ചെയ്തു. കുറച്ച് പേര് ട്രൈ ചെയ്തായിരുന്നു. ഒരു അതായത് ഈ ക്യാരക്ടറിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, സോഫ്റ്റ് ആയിട്ടുള്ള വോയിസും അല്ല, ഇത് സാധാരണ വരുന്ന വോയിസ് അല്ല എന്തായാലും നമുക്ക് വേണ്ടത്. അങ്ങനെയാണ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഡൊമിനിയാണ് സൈനോരയുടെ ഇത് പറഞ്ഞത്. പുള്ളിക്കാരി വന്ന് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ തന്നെ അത് ഓക്കെ ആയിരുന്നു. അത് ഈ ഡബിനിരിക്കുമ്പോൾ തന്നെ നമ്മളിത് കണ്ട് 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 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് കല്യാണിയുടെ ശബ്ദമല്ലേ എന്ന് തോന്നിപ്പോവായിരുന്നു. അങ്ങനെ അതിലേക്ക് മാറിയായിരുന്നു. അവർ ചെറിയ വേരിയേഷനൊക്കെ പിടിച്ചിട്ടുണ്ട് അതിൽ. പക്ഷേ കുറച്ച് ദിവസം അടുപ്പിച്ച് കേട്ടിട്ട് വന്നപ്പോൾ നമുക്ക് ഇത് കല്യാണിയുടെ ശബ്ദമായിട്ട് ചെറിയൊരു സമയമുണ്ട് സൈനോരയുടെ ശബ്ദം. റിയൽ വോയിസ് അങ്ങനെയല്ല, ബട്ട് അവരത് വേരിയേഷനിൽ അത് കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് തോന്നി സൈനോരയുടെ ശബ്ദം ഇത് കല്യാണിയുടെ ശബ്ദമാണല്ലോ എന്നുള്ളത്. സൈനോരയുടെ പാട്ട് പുള്ളിക്കാരി അടിപൊളിയായിട്ട് എനിക്ക് ഓടും കുതിര ചാടും കുതിരയിലും സൈനോര അത് ഇതിന്റെ ഡബ് നടക്കുന്ന സമയത്താണ് അൽത്താഫ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ ഇത് കൊള്ളാലോ എന്നുണ്ട് അങ്ങോട്ട് കൊണ്ടുപോയതല്ലേ. ഓ, ഇവിടുന്നാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. ഓക്കെ. പിന്നെ സിനിമയിൽ വേറൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ, പ്രധാനപ്പെട്ടല്ല, നാഗശ്വം വരെ പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, മറ്റേ ആ സോഫയിൽ ഇരിക്കുന്ന ഒരു ക്യാരക്ടറിന്റെ കാര്യം പറയുന്നത് നോബിൾ. എങ്ങനെയാണ് ഇവരെല്ലാം ബാംഗ്ലൂർ ബേസ്ഡ് ഉള്ള ആൾക്കാരാണോ? അല്ല, നോബിൾ അവൻ തൃശ്ശൂരുള്ളതാണ്, ഷിബിൻ. ഓക്കെ. അതെന്താന്ന് വെച്ചാൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, പക്ഷെ ഡയലോഗ് ഒന്നുമില്ല, പക്ഷെ പുള്ളി അവിടെ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കഷനിലുണ്ടായിരുന്നത്. ഒരുത്തനുണ്ട്, ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ 2-3 സീനിലേ വരുന്നുള്ളൂ, കുറച്ച് ഷോർട്സ് കൂടി ഉണ്ട്, അത് കട്ടായി പോയിട്ടുണ്ട് കുറച്ച്. അപ്പം ഇങ്ങനെ ഒരുത്തനുണ്ട്, അവൻ മരുന്നിരിക്കുന്നു, അത് കഴിയുമ്പോൾ അവൻ പോകുന്നു. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച് വെച്ചിരുന്ന പരിപാടി. ഇത് ഷൂട്ട് തുടങ്ങി ഓൾറെഡി. ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്ലാറ്റിൻ്റെ സീൻസൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇനി എനിക്ക് തോന്നുന്ന ഒരു 2-3 ഡേയ്സിനുള്ളിൽ നോബഡിയുടെ സീൻ വരും. അപ്പോൾ എനിക്ക് തൃപ്തിയായ ഒരു നോബഡിനെ കിട്ടിയിട്ടില്ല. അതായത് വെറുതെ ഒരാളെ കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ അയാളെ നോട്ട് ചെയ്യണം, ശ്രദ്ധിക്കണം. ആ ഫ്രെയിമിൽ എവിടെ ഉണ്ടെങ്കിലും അയാളെ 10 പേരുണ്ടെങ്കിലും ഇയാളെ പ്രത്യേകം നോട്ട് ചെയ്യണം. അങ്ങനെ ഒരാൾ വേണം. ഇങ്ങനെ കുറേ ആലോചിച്ച് ഇങ്ങനെ അയാളെ വെച്ചാലോ ഇയാളെ വെച്ചാലോ മറ്റേ വെച്ചാലോ ഇങ്ങനെ ഒരുപാട് ആലോചിച്ചു. പക്ഷെ ഇതൊന്നല്ല നോബഡി, നമുക്ക് വേറൊരു പരിപാടി വേണം. അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ളൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, പൗർണമി മുകേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പൗർണമി ഷിബിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഷിബിനാണെങ്കിൽ ഫോട്ടോയിൽ വൻ ലുക്കാണ്. ചുമ്മാ ഷിബിനെ കൊണ്ടേ നിർത്തി കഴിഞ്ഞാൽ ഷിബിൻ ഭയങ്കര പൊളി ലുക്കാണ്, ഒരു ഇൻ്റർനാഷണൽ ലുക്കാണ് ഷിബിന്. അപ്പം ഞാൻ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഷിബിൻ്റെ ഫോട്ടോ വന്നു. അപ്പം എനിക്ക് തോന്നി ഇത് കൊള്ളാം. എന്നിട്ട് ഞാൻ കൊണ്ടുപോയി നിമിഷിനാണ് ആദ്യം കൊണ്ടേ കാണിച്ചത്. ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നിമിഷം കിട്ടില്ല, നോബഡീനെ കിട്ടിയിട്ടുണ്ട്, കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇതാണെന്നുണ്ടെങ്കിൽ നിമിഷം പൊളി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡൊമിനിക്കിനെ കൊണ്ടേ കാണിച്ചു. ഡൊമിനിക്കും ഫിക്സ് വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ വിളിക്കുമ്പോൾ ഷിബിൻ ഏതോ ഫോട്ടോഷൂട്ടിന് ബാംഗ്ലൂർ അങ്ങണ്ട, ബാംഗ്ലൂർ തന്നെ ഉണ്ട്. ബാംഗ്ലൂരായിരുന്നു. അവിടെ നിന്ന് ഷിബിൻ അടുത്ത ദിവസം രാത്രി വണ്ടി കയറി പിറ്റേ ദിവസം ലൊക്കേഷനിൽ വന്നു. നേരെ കൊണ്ടുവന്നൊരു ട്രയൽ കോസ്റ്റ്യൂമും മേടിച്ച് അടിപൊളി ഷിബിനെയും ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ ഷിബിനും നോബഡി ആവുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ബാക്കി എല്ലാവരും ഇടുന്ന പോസ്റ്റിനേക്കാൾ കൂടുതൽ റീച്ച് ഷിബിന് ഇടുന്ന പോസ്റ്റിനുണ്ട്. ഞാൻ ഇന്നലെ എടുത്ത് നോക്കിയപ്പോൾ ഷിബിൻ്റെ ഫോളോവേഴ്സ് കൂടി. ഷിബിൻ വെറുതെ സോഫയിലിരിക്കുന്ന ഫോട്ടോയ്ക്ക് ഇന്നലെ വരെ ഞാൻ നോക്കുമ്പോൾ 1.5 ലക്ഷം ലൈക്സ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു അതിന്. ഷിബിനും ഭീകരമായിട്ട് സെലിബ്രിറ്റി റീച്ച് കിട്ടി. പിന്നെ ഈ മറ്റുള്ള സിനിമകളിൽ ഇപ്പോൾ അന്വേഷിപ്പും കണ്ടെത്തും അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ലോക. ഇതിന് മുൻപ് ഈ കാസ്റ്റിംഗ് ഡയറക്ഷനിലോട്ട് എങ്ങനെയാണ് വരുന്നത്? ആക്ച്വലി ഇത് തീരുമാനിച്ച് വന്നതാണോ? അല്ല, ഒരിക്കലും അല്ല. ഞാൻ പോലും അറിയാതെ ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ ആയതാണ്. ഞാൻ എൻ്റെ മെയിൻ പരിപാടി ഡയറക്റ്റ് ചെയ്യാൻ വന്നതാണ്. ഞാൻ എഴുതി ഡയറക്റ്റ് ചെയ്യുക, ഈ ഇതിന് വേണ്ടി വന്നതാണ്. സംവിധാനം ചെയ്യാന്നുള്ള ഇതിൽ വന്നതാണ്. അഭിനയവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സൈഡ് പരിപാടിയായിട്ട് പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അരുൺ പി ആർ, ഫൈനൽസ് എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ അരുൺ പി ആർ. അപ്പോൾ അരുൺ പി ആർ നമ്മൾ സോണി ലിവിന് വേണ്ടിയിട്ടൊരു സീരീസ്
പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് ആ പടത്തിൽ അസോസിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ക്രിയേറ്റീവ് സൈഡിൽ അങ്ങനെ നിന്നതാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് പുള്ളിക്കാരൻ ഇങ്ങനെ കാസ്റ്റിങ്ങിൻ്റെ ഇതിൽ നമ്മൾ കുറച്ച് സജഷൻസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് കൊള്ളാമെന്ന് തോന്നിയോണ്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പരിപാടികൾ മുഴുവനും നമ്മളെ ഏൽപ്പിച്ചു. അപ്പം അതിങ്ങനെ ഒരു സൈഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അത് തീർത്തു, ആ പരിപാടി തീർത്തു. അപ്പോഴാണ് അന്വേഷിപ്പിംഗ് കണ്ടെത്തിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ തുടങ്ങുന്ന സമയം. അപ്പോൾ അവർക്കിങ്ങനെ ഇനി കുറച്ച് മെയിൻ ക്യാരക്ടേഴ്സൊന്നും ആയിട്ടില്ല. ഈ അന്വേഷിപ്പിൻ്റെ ഡയറക്ടർ ഡാർവിൻ എൻ്റെ ഫ്രണ്ടാണ്, ഡോൾവിനും എൻ്റെ ഫ്രണ്ടാണ്. അവർ ട്വിൻസാണ്, ഡയറക്ടറും പ്രൊഡ്യൂസറും. അപ്പോൾ ഇവർ ഇതെന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുന്നത് അരുൺ PR ആണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. വിവേക് കാസ്റ്റ് ചെയ്യും, നന്നായിട്ട് ചെയ്യും എന്നൊക്കെ തള്ളിവിട്ടത്. അപ്പോൾ ഡാർവിൻ എന്നെ വിളിച്ചു, വേടോ താൻ കാസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു, അങ്ങനെയാണ് ഇതൊന്ന് കേട്ട് നോക്കുന്ന പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ പോയി കേട്ടിട്ട് പിന്നെ എനിക്ക് തോന്നിയതും കുറച്ച് ഫ്രഷാണെന്ന് ഞാൻ വിചാരിക്കുന്ന കുറച്ച് പരിപാടികളാണ് അതിൽ ചെയ്തത്. അതും വലിയ കുഴപ്പമില്ലാതെ വന്നു. അങ്ങനെ അത് കഴിഞ്ഞ ഉടനെ പിന്നെ നമ്മൾ അരുൺ PRൻ്റെ തന്നെ ഹോട്ട്സ്റ്റാറിൽ ഫാർമ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് തുടങ്ങി. അപ്പോൾ അതിൻ്റെയും കാസ്റ്റിംഗ് ചെയ്തു. പിന്നെ അങ്ങോട്ട് എല്ലാ സിനിമകളുടെയും കാസ്റ്റിങ്ങിന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പോലും അറിയാതെ വന്ന് കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട്. അതെ, ഈ മറ്റേ നരിവേട്ടിലോട്ട് എത്തിയത് ഇതുപോലെ തന്നെ അനുരാജ് എൻ്റെ ഫ്രണ്ടാണ്. അനുരാജ് വർഷങ്ങളായിട്ട് നമുക്കറിയാവുന്ന ഫ്രണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വന്നപ്പോൾ അനുരാജ് നീ കാസ്റ്റ് ചെയ്യോ എന്നാൽ എൻ്റെ പടം കൂടെ അങ്ങനെയാണ് നരിവേട്ടയിലേക്ക് വരുന്നത്. നരിവേട്ടയിൽ പ്രണവും, അതായത് താമി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, അതും ഇതുപോലെ ഭയങ്കര ടാസ്ക് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. അതും കണ്ടുപിടിക്കാനായിട്ട് കുറേ അലഞ്ഞ് തിരിഞ്ഞ് കട്ടപ്പണിയെടുത്തിട്ടാണ് ഒരു കണക്കിനാണ് പ്രണവിനെ. ഒന്നും തൃപ്തിയായില്ല. നമ്മൾ ഇതല്ല താമി, നമുക്ക് ഇതാണ് താമി എന്ന് തോന്നുന്ന ആരെയും കിട്ടിയില്ലായിരുന്നു. അതും കുറേ അലഞ്ഞ് തിരിഞ്ഞിട്ടാണ് പ്രണവിനെ കണ്ടുപിടിച്ചത്. പ്രണവൊന്നും അടിപൊളിയായിട്ട് ചെയ്തായിരുന്നു. ഈ ഫാർമയിൽ ഒരു ചെറിയ ഒരു നിവിൻപോളിയുടെ കൂടെ അഭിനയിക്കുന്നുണ്ടല്ലോ. അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഫാർമയിൽ കാസ്റ്റിംഗ് ഡയറക്ടറാണ്, അപ്പോൾ അതിലോട്ടുള്ളൊരു ഈ കഥാപാത്രം ചെയ്യാനും എങ്ങനെയായിരുന്നു ഡയറക്ടർ? ഫാർമയിൽ ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട് അതിൽ, പക്ഷെ അത് സ്ക്രിപ്റ്റിൽ കുറച്ചേ ഉള്ളൂ. അപ്പം അത് ആരെങ്കിലും വെക്കാം, നോക്കാം, സമയമാകുമ്പോൾ ചെയ്യാനൊരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അരുൺ PR എന്നെ വിളിച്ചിട്ട് കിട്ടിയെന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ തന്നെയാണ് ആളെന്ന് പറഞ്ഞിട്ട്. സ്ക്രിപ്റ്റിൽ കുറച്ചുള്ള ഒരു ദിവസം 2 ദിവസം പരിപാടി, ചെറിയ പരിപാടി അല്ലേ, പോയി ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ചെന്ന് ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നീട് പതിയെ അങ്ങ് വലുതായി ക്യാരക്ടർ. അത് നിവിൻ്റെ കൂട്ടുകാരനാണ് അതിനകത്ത്. അതും കുറച്ചധികം ചെയ്ത് പിന്നെ ഇതിൻ്റെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതിലേക്കൊക്കെ വന്ന് പിന്നെ ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറായിട്ട് അത് മാറി. അതിനി പുള്ളിനി എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ അതോ ക്യാരക്ടറിനോടുള്ളത് നന്നായിട്ട് ചെയ്തുകൊണ്ടാണോ അല്ലെങ്കിൽ എന്തിനാണോ പുള്ളി അത് നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്തു. ഈ മഞ്ഞുമല്ലിൽ ജസ്റ്റ് അഭിനയിക്ക് മാത്രമേ ചെയ്തിരുന്നുള്ളൂ? മഞ്ഞുമല്ലിൽ അഭിനയിക്ക് മാത്രമേ ചെയ്തു, ടെക്നിക്കൽ ഭാഗത്തൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മഞ്ഞുമല്ലിലോട്ടുള്ള അങ്ങനെ എത്തിയത് എങ്ങനെയായിരുന്നു? മഞ്ഞുമല്ല് ഞാൻ ചിദംബരത്തിൻ്റെ കൂടെ ഒരു സിനിമ ഞാനുണ്ട് കിരൺ എന്ന് പറഞ്ഞ എൻ്റെ ഒരു കോറൈറ്ററും ഞങ്ങൾ ഒരുമിച്ച് എഴുതുന്നത്. അപ്പോൾ കിരൺ ഞാനും കൂടെ എഴുതുന്നൊരു സിനിമ ചിദംബരം ഡയറക്റ്റ് ചെയ്യുന്നത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ കൂടെ ഒരു പടം അനൗൺസ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് ചിദംബരമായിട്ടുള്ള പരിചയം. അങ്ങനെ ഗണപതി എല്ലാവരുമായിട്ടും കുറച്ചുകൂടി കണക്ഷനായി. അപ്പോൾ ഇവരുടെ പ്രീ പ്രൊഡക്ഷൻ മഞ്ഞുമലിൻ്റെ കാസ്റ്റിംഗ് ഇത് ഗണപതിയായിരുന്നു. അങ്ങനെ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്താണ് ഗണു വിളിച്ചിട്ട് മച്ചാൻ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. അങ്ങനെയാണ് മഞ്ഞുമല്ലിലേക്ക് എത്തുന്നത്. ഓക്കെ, കുര്യൻ്റെ ട്വിൻ ബ്രദറായിട്ടുള്ള. പക്ഷേ തിയേറ്ററിൽ കുറച്ച് കണ്ടപ്പോൾ എന്തെങ്കിലും വിഷമമൊന്നുമില്ല. അത് നമുക്കറിയാം. അത് സിനിമയിൽ ഇപ്പോൾ എല്ലാം ഒന്നും ചെയ്തു വെച്ചതൊന്നും ടെക്നിക്കൽ സൈഡിലും കൂടി നിൽക്കുന്നതുകൊണ്ട് ആവശ്യമില്ലാത്ത സീൻസ് എഡിറ്റായി പോവും. എന്തായാലും ആവശ്യമില്ലാത്ത എന്തായാലും ട്രിം ചെയ്യും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അതിപ്പോൾ ഞാൻ കാസ്റ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും ചിലപ്പോൾ സീൻസ് കട്ടായി പോയി എന്നിരിക്കാം. ഇത് നമുക്ക് അറിയാവുന്നത് കൊണ്ട് അങ്ങനെ അതിനെപ്പറ്റി അങ്ങനെ വലിയ വിഷമമൊന്നും ഉണ്ടായില്ല. ഉണ്ടായെന്ന് വെച്ചാൽ ഉണ്ടാവും, മനുഷ്യനാണല്ലോ. ഒരു ചെറിയ ശതമാനം ഒരു 1, 2, 3, 4 ഡയലോഗേ ഉള്ളൂ. ബട്ട് അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്ന് രജിസ്റ്റർ ആയാൽ അത് പോയി. അങ്ങനെ
കാര്യമായത് ഇങ്ങനെ വിഷമമൊന്നുമില്ല. പോയോ പോയല്ലേ, ആ മൂടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ലോകയിലോട്ട് തിരിച്ചു വരുവാണല്ലോ, അതിൽ നിഷാന്ത് സാഗർ ചെയ്തൊരു കഥാപാത്രം ഉണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നുന്നു കുറേ നാളായി നമ്മൾ മലയാളിയിൽ കണ്ടിട്ട്. അപ്പോൾ നിഷാന്ത് സാഗറിനുള്ള ഒരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന ഒരു? നിശാന്ത് ഏട്ടൻ ആക്ച്വലി അടിപൊളി ആക്ടറാണ്. പുള്ളിയെ നല്ല രീതിയിൽ വേണ്ട പോലെ യൂസ് ചെയ്തിട്ടില്ല. ചില സിനിമകളുണ്ട് പുള്ളി അതിനകത്ത് ഭയങ്കര അടിപൊളിയായിട്ട് പരിപാടി ചെയ്തു. അത് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പുള്ളിയെ മാത്രം നോക്കിക്കൊണ്ടിരുന്ന് അറിയാൻ പറ്റും. ജിന്ന് കണ്ടതാണോ? ജിന്ന് സൗബിൻ. ജിന്നിൽ നിശാന്ത് ഏട്ടൻ അടിപൊളിയാണ്. അപ്പം ഞാനും ഡൊമിനിക്ക് ഒരുമിച്ച് കാണാൻ പോയ പടം ജിന്ന്. ആ സമയത്ത് ഞങ്ങൾ വേറൊരു സ്ക്രിപ്റ്റും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ജിന്ന് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഓൾറെഡി നമുക്ക് നിശാന്ത് ഏട്ടനോടൊരു ഇതുണ്ട്. എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു ആക്ടറാണ് നിശാന്ത് ഏട്ടൻ. അതാ ഞാൻ പറഞ്ഞു, വേണ്ട രീതിയിൽ പുള്ളിയെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നിശാന്ത് ഏട്ടൻ കൊള്ളാം, നമ്മൾ വർക്ക് ചെയ്യായിരുന്നു വേറൊരു സ്ക്രിപ്റ്റിൽ വെക്കാനിരുന്നാണ് നിശാന്ത്. അപ്പോൾ നമ്മൾ എന്നാൽ പിന്നെ ഈ ക്യാരക്ടറിൽ നിന്ന് നിശാന്ത് ഏട്ടനെ വെച്ചാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിശാന്ത് ഏട്ടനെ അതിനകത്ത് നിശാന്ത് ഏട്ടനെ ഞാൻ അന്വേഷിപ്പിൻ കണ്ടെത്തും ഇതിലും. പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്യാൻ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നൊരു പടമുണ്ട്, അതിലുണ്ട്. ഞങ്ങൾ 3 പടം ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പ്രധാനമായിട്ട് ചോദിക്കാനുള്ളൂ, ഇപ്പോൾ നിങ്ങൾ പ്രൊഡക്ഷൻ ടീം തന്നെ റിവീൽ ചെയ്തു മൂത്തോ എന്നുള്ള ക്യാരക്ടർ മമ്മൂട്ടിയാണെന്ന്. അത് നേരത്തെ ഫിക്സ്ഡ് ആയിരുന്നോ? അല്ല, അത് പിന്നീട് അതിലേക്ക് പതിയെ വന്ന് ലാൻഡ് ആയതാണത്. ആണോ? അപ്പോൾ ആക്ച്വലി മൂത്തോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്, പക്ഷെ നിങ്ങളത് അടുത്ത ചാപ്റ്ററിൽ അത് വരുമായിരിക്കും. അത് എങ്ങനെയായിരിക്കും? അത് ഇപ്പം പറയാൻ ഓക്കെ. അല്ല, മമ്മൂട്ടിയാണെന്ന് നിങ്ങൾക്ക് ഇല്ല നേരത്തെ തീരുമാനിച്ചില്ലായിരുന്നു? ഈ റീസെൻ്റ് ആയിട്ടാണ്? റീസെൻ്റ് ആയിട്ടല്ല, പക്ഷേ പടത്തിൽ വരുന്ന സൗണ്ടൊക്കെ മമ്മൂട്ടിയുടെ ആണെന്ന് ഇങ്ങനെ ഒരുപാട്. അതെ, അത് നമുക്ക് തന്നെ. അപ്പോൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതങ്ങനെ ഫിക്സ് ചെയ്ത കാര്യമല്ല. പതിയെ ഇത് ചെറിയൊരു പടമായിട്ട് തുടങ്ങിയ പടം. അത് വളരെ ചെറിയത്, അതായത് വല്ല 2-3 കോടി രൂപയ്ക്ക് തീർക്കാമെന്ന് പറഞ്ഞ് ഡൊമിനിക്കും നിമിഷം കൂടെയൊക്കെ തുടങ്ങിയ ശാന്തി എല്ലാവരും കൂടി തുടങ്ങിയ പടം. അത് പിന്നെ പതിയെ പ്രൊഡക്ഷൻ ദുൽഖർ വേഫർ പോലൊരു പ്രൊഡക്ഷനും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ബാക്കി ഇതിൻ്റെ പ്രീയിലും മറ്റുള്ള ഡിസ്കഷനിലൊക്കെ വലുതായ സിനിമയാണ് അത്. അതും ഇട്ട ബഡ്ജറ്റിനേക്കാളും കുറച്ചും കൂടി കയറിപ്പോയിട്ടും പ്രൊഡക്ഷൻ അതിൻ്റെ കൂടെ നിന്ന് തീർത്ത പടവും കൂടിയാണ്. അപ്പം അത് അല്ലേ, നിമിഷം ഒരു സ്ഥലത്ത് പറയണ്ടേ, ദുൽഖർ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം വർക്കൗട്ട് ആവില്ല, നടക്കില്ല എന്നുള്ളൊരു ഉറപ്പില്ല. അദ്ദേഹം എടുത്തൊരു മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ ചിത്രം ഉണ്ടായെന്നുള്ളൂ. വേറെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ഇവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യം, ഇതെങ്ങനെ വരുന്നുള്ളത് ആ ഒരു ഐഡിയ ആർക്കും ഇല്ല. ഇതിപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന ജീവി ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആദ്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് തോന്നിക്കാണുമായിരിക്കും. ചിലപ്പോൾ ഐതിഹ്യമാലയായിട്ട് കണക്ട് ചെയ്ത് ഈ ഐഡിയ വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഒരു കാസ്റ്റ് ഡയറക്ടർ എന്നുള്ള ആളുടെ മൈൻഡിൽ പോകുന്ന വേറെ കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ പണ്ട് നമ്മൾ കേട്ടു മറന്ന ഓരോ ക്യാരക്ടേഴ്സ് ആണല്ലോ, നീലി. അതുകൊണ്ട് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇല്ലാത്തൊരു പേരും ഇല്ലാത്തൊരു കഥയും ഇല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടും വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അർബൻ ഒരു രീതിയിലും കൂടെ ആണല്ലോ. അപ്പോൾ നമുക്ക് പഴയ രീതിയിൽ നമുക്കിപ്പോൾ ആലോചിക്കാനും പറ്റില്ല. അതൊരു ചലഞ്ചായിട്ട് തോന്നിയില്ലായിരുന്നു ഡയറക്ടർക്ക്? തോന്നിക്കാണുമായിരിക്കും. അല്ല, ഒരു കാസ്റ്റിങ്ങിന് ഒരു ഭാഗമായിട്ട് തോന്നിയപ്പോഴത്തേക്ക് ഇത്രയും ക്യാരക്ടേഴ്സ്, കാരണം ഐതിഹ്യമാലയിൽ ഇനിയും ഒരുപാട് അല്ലേ ക്യാരക്ടേഴ്സ്, ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവരോട്ടൊക്കെ എത്തുമ്പോൾ ഉള്ളൊരു എന്തെങ്കിലും ലിമിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ഇനി അങ്ങോട്ട് ചെയ്യാനുള്ളതും കൂടി ഇത് ചിലപ്പോൾ നമുക്ക് മനസ്സിൽ പോലും സ്ക്രിപ്റ്റിൽ പോലും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പറയുന്ന സ്കിൽസുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രത്യേകത തോന്നുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വരും സിനിമകളിലേക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. ചിലപ്പോൾ ഇന്നൊരാളെ കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടറൊക്കെ തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ സാം മോഹൻ ഇതിനകത്ത് ജോണി എന്ന് പറയുന്ന ക്യാരക്ടറുണ്ടല്ലോ, ആ കഫേ നോക്കുന്ന ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ട് ജോണി എന്ന് പറയുന്ന ക്യാരക്ടർ സാം മോഹൻ വരുന്ന സമയത്ത്, സാം മോഹൻ ഹിന്ദിയിലൊക്കെ ഒരുപാട് വലിയ സിനിമകളുടെ ഭാഗമാണ്. 12th ഫെയിലൊക്കെ അഭിനയിച്ചതാണ് സാം മോഹൻ. 12th ഫെയിൽ, ഷീ എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സ് സീരീസ്, അങ്ങനെ ഒരുപാട് എല്ലാ ലാംഗ്വേജിലും അഭിനയിച്ചിരിക്കുന്ന ആളാണ് സാം മോഹൻ. അപ്പോൾ സാം മോഹൻ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് പ്രകാരം സാം മോഹൻ്റെ സീൻ വളരെ ചെറിയ സീൻ അതിനകത്ത്. അപ്പോൾ ഞാൻ സാമിനെ വിളിക്കുമ്പോഴും സാമിൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. എനിക്കെന്താണെന്ന് വെച്ചാൽ ഇതിൽ ചെറിയ
ക്യാരക്ടറാണെങ്കിൽ പോലും എനിക്കത് ബെസ്റ്റ് അടിപൊളി ഒരാൾ വേണം എന്നുള്ളത് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാമിനെ വളരെ റിക്വസ്റ്റ് ചെയ്തത്, സാം ഇതൊരു ചെറിയ പരിപാടിയാണ്, പക്ഷേ അത് അങ്ങനത്തെ ഒരാൾ വന്നാലേ അത് കുറച്ചും കൂടി പ്രൊജക്റ്റ് ചെയ്തത് നിൽക്കുള്ളൂ, സാം ഒന്ന് വന്ന് ചെയ്താൽ നന്നായിരിക്കുന്നു പറഞ്ഞിട്ടാണ് പിന്നെ സാം വരുന്നത്. സാം വന്നതിന് ശേഷം സാമിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഡൊമിനിക്ക് സാം കൊള്ളാം എന്ന് പറഞ്ഞ് സാമിൻ്റെ ക്യാരക്ടർ പിന്നെ വലുതാവുമായിരുന്നു. ഓക്കെ. അപ്പോൾ ഇനി വരും ഭാഗങ്ങളിലെല്ലാം ഒരു പ്രധാന ഒരു നല്ലൊരു കിടിലൻ ആക്ടർ വന്നു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ലിഫ്റ്റ് ആവുന്നതും. ശരി, ഇനി വരുന്ന ചാപ്റ്ററിലോട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതേപോലെ ഇപ്പൊ കത്തനാറിന്റെ ഒരു റോളോട്ട് വരുമ്പോൾ സണ്ണി വെയിൻ നമ്മൾ ആരും ചിന്തിക്കാത്തൊരു സാധനമാണ്, പക്ഷെ അത് കറക്റ്റ് ഒരു കത്തനാർ, വേറെ ആരും നമ്മൾ കത്തനാർ സണ്ണി വെയിൻ ആയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അത് നിങ്ങൾ നേരത്തെ ഫിക്സ്ഡ് ആയിരുന്നോ അതോ ഇങ്ങനെ ഒരു ഓർഗാനിക് പരിപാടി? ആക്ച്വലി വേറൊരു കിടിലൻ ഐഡിയ ഞാൻ ഡൊമിനിക്കായിട്ട് പങ്കുവെച്ചായിരുന്നു. അപ്പം ഇതേ ഐഡിയ ഡൊമിനിക്കിൻ്റെ മൈൻഡിലും ഉണ്ടായിരുന്നു, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അത് നമുക്ക് തീരുമാനം പിന്നീട് മാറ്റേണ്ടി വന്നു. എന്നിട്ടാണ് പിന്നെ നേരെ സണ്ണി മീനിലേക്ക് പോയി ലാൻഡ് ചെയ്തു. അത് ഞാൻ പറയുന്നില്ല അത് എന്തായിരുന്നു ആരായിരുന്നു എന്നുള്ളത്. അത് പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടി. സണ്ണി മീനും അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വേറൊരു ഐഡിയ കൂടെ ഉണ്ടായിരുന്നു അതിൽ. ലൈക്ക് ഈ സിനിമയിൽ തന്നെ വേറൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഈ ക്യാരക്ടറിന് വേറൊരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഓക്കെ. അപ്പോൾ ഇപ്പം ഈ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇനി വരാനുണ്ട്. ഇപ്പോൾ ഇനി സിനിമയിൽ ഒരുപാട് ഇനി 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രോസസ്സ് ഇപ്പോൾ എങ്ങനെയായിരിക്കും? ഇനി നിങ്ങൾ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അതോ? ഇനിയിപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും. നേരെ ഇനി അതിലേക്ക്. അപ്പോൾ എന്തായാലും അത് എപ്പോൾ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലേ? അല്ല, അങ്ങനെ ധൃതി പിടിച്ചൊന്നും അങ്ങനെയില്ല. നമ്മൾ പ്രോപ്പറായിട്ടിത് പരിപാടികൾ തീർത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ അല്ലല്ലോ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും ഇത് റീവാച്ച് 2, 3, 4 തവണ കണ്ടവരുണ്ട്. ഒരുപാട് ഇപ്പോൾ കുറച്ചുകൂടി എക്സ്പെക്ടേഷൻ, ഒരു ഹൈപ്പ് കൂടി എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടോ? എല്ലാവരും കുറച്ച് കൂടുതൽ പണിയെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് അതാ ചോദിച്ചപ്പോൾ നിങ്ങളുടെ അണിയറ പ്രവർത്തകർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ അടുത്ത പാർട്ടിനുള്ളൊരു? ടെൻഷനൊന്നുമില്ല. എനിക്ക് ഡൊമിനിക്കിന് ടെൻഷൻ ഉണ്ടാവുമായിരിക്കും, എനിക്ക് ടെൻഷനില്ല. ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഡൊമിനിക്കപ്പോൾ അതിൽ 100%. ഇപ്പം നിങ്ങൾ വിചാരിച്ചതിൽ അപ്പുറം ഈ സിനിമ വലിയ വിജയമായി, പല ഭാഷകളിൽ പല ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത പാർട്ട് ഇറക്കാനുള്ളൊരു, അടുത്ത പാർട്ടിനൊപ്പം നിങ്ങൾ അതിൻ്റെ രീതിയിൽ പണിയെടുക്കേണ്ടി വരും ഇല്ലേ? അതിൻ്റെ ഒരു അതുണ്ട്. അതേപോലെ ഇതുവരെ ചെയ്ത പടങ്ങളിലൊന്നും ഇങ്ങനെ മെസ്സേജുകളൊന്നും ഇങ്ങനെ വരും. അത് പക്ഷേ അങ്ങനെ നമ്മൾ ഞെട്ടുന്ന ഇതൊന്നുമല്ല. പക്ഷെ ഇത് എന്നെ വിളിച്ചു, ഈ തമിഴിൽ കുറച്ച് പ്രൊഡ്യൂസേഴ്സ്, ആക്ടേഴ്സ്, ഞാൻ പറയും കന്നഡ, ഹിന്ദി, ഇവരെല്ലാവരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ മലയാളം വർക്ക് ചെയ്യാണ്ടെന്ന് പറയുമ്പോഴാണ് ഞാൻ ഓക്കെ, ഈ പടം പോയ പോക്കിൻ്റെ ഒരു നമ്മൾ റിയലൈസ് ചെയ്യുന്ന സമയം അതാണ്. ഇത് ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് ആക്ടേഴ്സിന് ഇതിൽ വർക്ക് ചെയ്യണമെന്നിങ്ങനെ താല്പര്യം പ്രകടിപ്പിക്കുമ്പോഴൊക്കെയാണ് നമ്മളിത് ഏത് രീതിയിലാണിത് പോയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നത്. അപ്പോൾ ഏതായാലും വരും ഇതിലൊക്കെ നമ്മൾ നല്ലപോലെ അറിഞ്ഞ് ഒരു ഫീമെയിൽ ഒരു സെൻട്രിക് മൂവിയാണല്ലോ ഇത്, ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി തന്നെ ഒരുപാട് സംസാരം ഉണ്ടാവുകയുണ്ടായി. ഇപ്പോൾ വേറെ ഫീമെയിൽ ആക്ടേഴ്സിന് ഇതുപോലെ ക്യാരക്ടേഴ്സ് കിട്ടുന്നില്ല, റോള് കിട്ടുന്നില്ല, അങ്ങനെയുള്ള കഥകൾ വരുന്നില്ല, തിരക്കഥകൾ വരുന്നില്ല. കഥകളൊക്കെ എഴുതുന്നുണ്ട്, അത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, പലരും പറയുന്ന കഥകൾ. ഇത് അതിൻ്റെ ഇപ്പോഴത്തെ വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിതൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെ ഇവർക്ക് പിച്ച് ചെയ്യാനായിട്ട് ഇതിന് വേണ്ട ഒരു പ്രൊഡ്യൂസറോ പൈസ മുടക്കാനൊരാളോ അല്ലെങ്കിൽ ആ റിസ്ക് എടുത്ത് വരുന്ന ഒരാളെ കിട്ടാത്തതുകൊണ്ടാണ് ഇതൊക്കെ നടക്കാത്തത്. ഡൊമിനിക് അത് വളരെ ഭീകരമായിട്ട് അത് ട്രൈ ചെയ്തു. വേഫർ ദുൽഖർ പോലൊരു പ്രൊഡ്യൂസർ അതിനകത്തേക്ക് വരുന്നു. അപ്പോഴാണ് ഈ പരിപാടികളൊക്കെ വർക്കൗട്ടായി പോയത്. ആ റിസ്ക് പുള്ളിക്കാരനെടുത്തു. സിനിമകൾ ഇതുപോലത്തെ പുറത്ത് കറങ്ങി നടക്കുന്നുണ്ട് കഥകളായിട്ട്, എവിടെയും എത്താൻ പറ്റാതെ ഇതെങ്ങനെ ഓണാക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നാലോചിച്ചിരിക്കുന്ന കഥകൾ പുറത്തുണ്ട്. അതവർക്ക് ആ ഒരു അല്ലെങ്കിൽ പ്രൊഡക്ഷന് അതിങ്ങനെ ചെയ്യാനൊരു മടിയുണ്ടാവാം, ധൈര്യക്കുറവുണ്ടാവുമായിരിക്കും. ഇങ്ങനെ കഥയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടി ഇവിടെ ഇല്ലല്ലോ. ഇവിടെ നിന്നല്ല, ഒരുവിധം എവിടെയും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം ഈ ബോളിവുഡിലും ഇപ്പോൾ മറ്റു ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ അവർ 100 കോടി 150 കോടി ഒരു സിനിമ റിലീസ് ചെയ്യുന്നു. അതിൻ്റെ പകുതിയിൽ മുക്കാൽ ഒരു ചിലവ് വരുന്നത് ആക്ടേഴ്സിൻ്റെ സാലറിക്കാണ്.
അപ്പോൾ മലയാളത്തിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചല്ലേ, കൂടുതൽ പ്രൊഡക്ഷൻ ക്വാളിറ്റിക്കാണ് ഇവിടെ പൈസ ചിലവാക്കുന്നത്. അപ്പോൾ അത് മറ്റുള്ള ഇൻഡസ്ട്രികൾ ഇപ്പോൾ പറയുന്നുണ്ട് ഒരുപാട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ എന്താ പറയാനുള്ളത്? ലൈക്ക് വളരെ നല്ല അഭിപ്രായം. ഞാനും സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളാണല്ലോ. നമ്മൾ നേരിടുന്ന പ്രശ്നം, ഇപ്പം എൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ഉള്ളതിന് പ്രൊഡ്യൂസറില്ല, പ്രൊഡ്യൂസറുള്ളതിന് ഡയറക്ടറില്ല, ഡയറക്ടറുള്ളതിന് ആർട്ടിസ്റ്റ് ഇല്ല, ആർട്ടിസ്റ്റ് ഉള്ളതിന് കഥയില്ല. അങ്ങനത്തെ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുന്ന പരിപാടിയിലാണ് നമ്മുടെ പരിപാടി കിടക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ കഥകളുണ്ട്. അപ്പം ഇത് ചെയ്യാൻ ഇപ്പം എൻ്റെ കയ്യിലൊരു കഥയുണ്ട്. ആ കഥ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ലീഡ് ആക്ടർ വേണം എന്നില്ല. മെയിൽ ഓർ ഫീമെയിൽ? 2 കഥയുണ്ട്. 2 അല്ല 3-4 കഥയുണ്ട്. അതിൽ 2 കഥ എടുക്കാം. ആ 2 കഥയിൽ ഒരെണ്ണം മെയിലും ഒരെണ്ണം ഫീമെയിലുമാണ്. അപ്പം ഇത് ചെയ്യാനായിട്ട് നമുക്ക് ലീഡ് നിലവിലുള്ള അങ്ങനത്തെ ആക്ടേഴ്സ് വേണമെന്നില്ല. ബട്ട് എനിക്ക് തന്നെ ഒരു ബോധ്യമുണ്ട് ഞാനിതും കൊണ്ട് നടന്ന ഒരു സിനിമയാവുകയില്ല എന്നുള്ളത്. കാരണം പ്രൊഡക്ഷൻ വരില്ല. ബിസിനസ്സും കാര്യങ്ങളും എല്ലാം നോക്കി എങ്ങനെ ഇത് സെയിൽ ചെയ്യാം എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ ഒരു പ്രൊഡക്ഷൻ ഇതിലേക്ക് വരുള്ളൂ. അപ്പം ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. ഒരു പ്രൊഡക്ഷൻ കമ്പനി മുന്നിട്ടിറങ്ങി കഥയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിലവിലത്തെ സിറ്റുവേഷനിൽ ഇവിടെ നടക്കുന്നൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബട്ട് അതിപ്പോൾ ബ്രേക്ക് ആയിട്ടുണ്ടല്ലോ, ബ്രേക്കായി ഇവിടെ. അപ്പം ഇനി ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ചിലപ്പോൾ ഈ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവും. അതെ, അങ്ങനെ വന്നാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ചില നടിമാരിങ്ങനെ പറയുന്നു അവർക്ക് ഇതിനുള്ള റോളുകൾ കിട്ടുന്നില്ല, അവർക്ക് വേണ്ടി കഥകൾ വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കഥ എഴുതുന്നത് ഇപ്പോൾ മെയിൽ ഓർ ഫീമെയിൽ ആലോചിച്ചില്ല. ഒരു കഥ എഴുതുമ്പോഴത്തേക്കും ഇന്ന ആൾ വേണമെന്ന് തീരുമാനിച്ചിട്ടാവണമെന്നില്ലല്ലോ. അതുണ്ടാവില്ലായിരിക്കാം. അതിപ്പോൾ ഒരെണ്ണം വന്നില്ലേ, ഒരു സംഭവം ഉണ്ടായല്ലോ. അപ്പം ചിലപ്പോൾ ഇനി അതിൽ നിന്ന് പ്രചോദനം ഉണ്ടായി, ചിലപ്പോൾ ഇനി കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ ചില പ്രൊഡ്യൂസേഴ്സ് ഇനി ചിലപ്പോൾ ആലോചിക്കുമായിരിക്കും ഇങ്ങനെ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അത് ഈ പടം അതിനൊരു ഓപ്പണായൊരു ഡോറായി മാറട്ടെ എന്ന് വിചാരിക്കുന്നു. ഈ മറ്റ് ഇൻഡസ്ട്രിയിലോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ 100 കോടി 150 കോടി ആക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ. ഇപ്പോൾ അവർ നമ്മളെ നോക്കി പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വരുന്നുണ്ട്. പ്രൊഡക്ഷന് വേണ്ടി ഒരുപാട് ചിലവാക്കുന്നു. പക്ഷേ ബോളിവുഡിലും ടോളിവുഡിലും ഇതൊന്നല്ല നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു വർക്ക് കൾച്ചർ എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. വേറെ ഭാഷയിൽ അങ്ങനെ വർക്ക് ചെയ്ത് ഇല്ല. തമിഴിൽ നിന്ന് ഇടയ്ക്ക് ഏതൊരു പടത്തിന് വേണ്ടി വിളിച്ചായിരുന്നു. ഞാൻ പിന്നെ പോയില്ല. എങ്ങനെ കാസ്റ്റിംഗ് പോയില്ല. അപ്പോൾ ഇനി അടുത്ത് വരാനുള്ള പടങ്ങൾ എന്തൊക്കെയാണ്? കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടാണോ അതോ സ്വന്തമായിട്ടുള്ള ഡയറക്ഷൻ? അല്ല, ഡയറക്റ്റ് ചെയ്യുന്നൊരു ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കാസ്റ്റിംഗ് ചെയ്യുന്നതും ഇപ്പോൾ ഓൾറെഡി ഐ എം ഗെയിം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ദുൽഖറിൻ്റെ തന്നെ സെയിം വെഫർ പ്രൊഡക്ഷൻ, നാസ് ഡയറക്റ്റ് ചെയ്യുന്ന പടം. അതിലിപ്പോൾ കാസ്റ്റിംഗ് മൊത്തം കംപ്ലീറ്റ് ആയില്ലേ? അത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പടം. അതിൻ്റെ കാസ്റ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ. പിന്നെ ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ പടം അതിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തുടങ്ങും. വേറെ പടങ്ങളൊന്നും ഇനി വരുന്നില്ല, ഈ 2 പടങ്ങളുള്ളൂ. അല്ല, ഇത് ഒരു പടം കൂടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഒന്നും പുറത്തു പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഐ എം ഗെയിമിൻ്റെ ഒരു പ്രോസസ് എങ്ങനെയുണ്ട്? ലൈക്ക് പടം എങ്ങനെയാവും? ഐ എം ഗെയിമും ഒരു ഷോർട്ട് പരിപാടി ആണോ ആയിരിക്കും. എങ്ങനെ അതിൻ്റെ ഒരു ജോണർ, ലൈക്ക് എന്ത് ടൈപ്പ് പടമാണെന്ന് ഈ പടത്തിൻ്റെ ഒരു കാര്യം ആർക്കും പുറത്തറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇത്ര വലിയ അത്. അല്ല, ഐ എം ഗെയിമിന് ഓൾറെഡി ഒരു ഹൈപ്പ് ഉണ്ട് അല്ലേ? അത് പക്ഷെ എന്താണെന്നറിയില്ലല്ലോ. ഇല്ല, എന്തിനെ ചുറ്റിപ്പറ്റിയാന്നുള്ളത് അറിയില്ലല്ലോ. അങ്ങനെ ഒരു ഇതിൽ ലോകയുടെ ഒരു കാര്യങ്ങളും സ്റ്റില്ല് പോലും, അല്ലെങ്കിൽ ഇതിൽ എന്താണ് ഇതിൻ്റെ പരിപാടി എന്ന് പോലും പുറത്തേക്ക് ആർക്കും അറിയില്ലായിരുന്നു. പടം നേരെ വന്ന് ഇറങ്ങുമ്പോഴാണ് ആൾക്കാർക്ക്, ഫസ്റ്റ് ഡേ ഒക്കെ പോയി കണ്ടവർക്കാണത് അതൊന്നും അറിയാതെ കണ്ടതുകൊണ്ടാണ് ആ ഒരു ഇത് തോന്നിയത്. അതിൻ്റെ അതേ ഒരു കുറച്ച് പരിപാടികൾ അതുപോലെ നമ്മൾ ഞെട്ടാൻ പറ്റുന്ന, അല്ലെങ്കിൽ നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് പരിപാടികൾ ഇതിലുണ്ട്. അതങ്ങനെ തന്നെ ഫ്രഷായിട്ട് കാണുമ്പോഴായിരിക്കും അടിപൊളി. ഈ പെപ്പ അതിനകത്ത് മെയിൻ ദുൽഖറിനൊപ്പം തന്നെ ഉണ്ടല്ലേ? വേറെ ക്യാരക്ടേഴ്സ് റിവീൽ ചെയ്തിട്ടില്ലല്ലേ? ഇല്ല. അതിൽ നമ്മൾ കുറേ ഹിന്ദി തമിഴ് ആക്ടർ, ഈ മിസ്കിനൊക്കെ ഉണ്ടെന്ന് പോസ്റ്റേഴ്സ് ഇറക്കിയായിരുന്നു അല്ലേ? ഇവരും ഒരുപാട് പുറത്തുള്ള ലാംഗ്വേജ് ആക്ടേഴ്സ് ആണ് സിനിമയിലുള്ളത് കൂടുതലും. ഇതിൽ ഭൂരിഭാഗം അങ്ങനെ തന്നെയാണ്. ഹിന്ദിയിൽ നിന്ന് കുറേ പേരുണ്ട്, ഹിന്ദി, തമിഴുണ്ട്, കന്നഡയുണ്ട്, തെലുങ്കുണ്ട്. ഇതിന്റെ പ്രോസസ്സ് കുറേ നാൾ മുമ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തായിരിക്കും അല്ലേ ഈ പ്രൊഡക്ഷൻ്റെ കാസ്റ്റിംഗ്?
അല്ല കാസ്റ്റിംഗ് വളരെ തുടങ്ങുന്നതിനും തൊട്ട് മുന്നേക്കാണ് അതിൻ്റെ പരിപാടികൾ തീർത്തത്. ഞാൻ വളരെ ലേറ്റായിട്ട് എത്തിയ പടമാണ് ഐ എം ഗെയിം. അതായത് ഐ മീൻ ലോക കഴിഞ്ഞിട്ടുള്ള ലോകയുടെ പോസ്റ്റ് നടക്കുമ്പോൾ ഞാൻ ഇതിൽ വർക്ക് ഇത് ചെയ്ത പടമാണ് ഐ എം ഗെയിം. ലോകയുടെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഞാൻ പറഞ്ഞ ഡബിങ്ങിന് ഫുള്ള് ഇരുന്നായിരുന്നു. അതിനിടയിൽ തീർത്ത പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇനി വരാൻ പോകുന്ന പടങ്ങളെല്ലാം വലിയ വിജയമാവട്ടെ. താങ്ക് യു. ഇനി ഒരു ഡയറക്ഷൻ വരുന്നുണ്ടെന്ന് പറയുന്നു, അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കഥാപാത്രമായി അഭിനയിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. ചേർന്നതിന് നന്ദി. താങ്ക് യു.